ഇന്ന് നമുക്ക് ഉണക്ക നെത്തോലി കൊണ്ടിട്ട് ഒരു നല്ല ഫ്രൈ, അത് മസാലയോട് കൂടിയൊക്കെ ഉള്ളൊരു നല്ല ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ചെറിയ ഉണക്ക നെത്തോലി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ആ സമയത്ത് നമുക്കൊരു പാനിലോട്ട് ഓയിൽ ചൂടാക്കണം. ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സൈസ് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ട് റോസ്റ്റ് ആവുമ്പോഴാണ് ഈ ഫ്രൈക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ശേഷം ഇതൊന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഈ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് സോൾട്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ അകത്ത് കിടക്കുന്ന സവാളയും ഈ നെത്തോലി ഫിഷും ഒക്കെ ഒന്നും കൂടെ നന്നായിട്ട് മുരിഞ്ഞ് വരണം. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. ആ സമയത്ത് നമ്മൾ നെത്തോലിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരും. ഇനി ഇതിലോട്ട് നമുക്കൊരു പകുതി സവാള കൂടെ ചേർത്ത് കൊടുക്കണം. സവാളയ്ക്ക് പകരം ഒരു 10 ചെറിയ ഉള്ളി എടുത്ത് അത് കട്ട് ചെയ്ത് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലോട്ട് കറിവേപ്പില കൂടെ ചേർക്കാം. കറിവേപ്പില കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഈ സവാളയൊക്കെ മൊരിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരും. നമ്മുടെ ഉണക്ക നെത്തോലി കൊണ്ടുള്ള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇതൊക്കെ നമ്മൾ യൂട്യൂബിലുള്ള ഷോർട്സ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ റെസിപ്പിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ നെത്തോലി ഫ്രൈയും ഒരു തൈരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.